കാക്കയുടെ അലപ്പ് കാരണമാണ് രാവിലെ തന്നെ ഞാൻ എണീറ്റത്. രാവിലെ ഗാർഡനിൽ പോയി നോക്കിയപ്പോൾ നല്ല കാക്കക്കൂട്ടങ്ങളുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പൂക്കൾ പിടിക്കാനൊരു ടിപ്പും പിന്നെ ഒരു ഇൻസെക്ടിസൈഡുമാണ് പറയുന്നത് കേട്ടോ. അതിനുവേണ്ടി സാമഗ്രികൾ ഒപ്പിക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോഴാണ് പണി കിട്ടിയത്. പിന്നെ അവിടുത്തെ കടല കഴിയണമായിരുന്നു, ഈ സംഭവങ്ങളൊക്കെ കട്ട് ആക്കി വയ്ക്കണമായിരുന്നു. ചെടികളെ അറ്റാക്ക് ചെയ്യുന്ന സൂക്ഷ്മ ജീവികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് വെളുത്തുള്ളിയും വിനാഗിരിയാണ് കേട്ടോ. മെയിൻ 500 ml വിനാഗിരിക്ക് 29 രൂപയാണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ. കറ്റാർവാഴ 1 മതി, ഞാൻ ഇവിടെ 1 മാത്രമേ എടുക്കുന്നുള്ളൂ. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് എടുക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ എടുക്കുന്നത് വേപ്പിലയാണ്. വേപ്പില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശീമക്കൊന്നയുടെ ഇല എടുക്കാം കേട്ടോ. ഇത്ര ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കും. ഒരു കാര്യം ഓർക്കണം, നമ്മളിത് സ്പ്രേ ബോട്ടിലോട്ട് ഒഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പ്രേ ഇൻസെക്ടിസൈഡാണ്. അതുകൊണ്ട് നല്ല ഫൈനായിട്ട് വേണം നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാമേ. ഇതാണ് നമ്മുടെ ഇൻസെക്ടിസൈഡായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫെബ്രുവരി മാസത്തിൽ ഇപ്പോൾ നമ്മൾ ഇൻസെക്ടിസൈഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന ഒരു കിടിലൻ വളമാണ്. ഈ 2 സംഭവങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റോസിനെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഹാർഡ് പ്രൂണിങ് അല്ല, സോഫ്റ്റ് പ്രൂണിങ് ആണ്. എന്ന് വെച്ചാൽ പൂക്കളെല്ലാം വെട്ടിക്കളയുക. അതായത് 2 ഇല ബാക്കിലോട്ട് വെച്ചിട്ട് പൂക്കളെല്ലാം വെട്ടിക്കളയുക എന്നുള്ളതാണ് ഈ സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസെക്ടിസൈഡ് ആയാലും ഏതൊരു വളം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പ്രൂണിങ് നടത്തുന്നത് നല്ലതാണ്. എന്നാലേ നിറയെ പൂക്കൾ പിടിക്കൂ. അത് മാത്രമല്ല, നമ്മുടെ ചെടിച്ചട്ടിയിലുള്ള എല്ലാ കളകളും അല്ലെങ്കിൽ എല്ലാ പോച്ചകളും ഇതുപോലെ പറിച്ചു കളഞ്ഞില്ല എങ്കിൽ നമ്മുടെ വളമൊന്നും ചെടിയിൽ ഏക്കത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും പ്രൂണിങ് നിങ്ങൾ എന്തായാലും മറക്കരുത്. പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിറയെ തളിർപ്പുകളും പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇന്നൊരു കാര്യം, വീഡിയോയിൽ കാണിക്കുന്ന പോലെ മണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. വേര് തട്ടാതെ വേണം ഇളക്കി കൊടുക്കാൻ. മറ്റ് ചെടികളെ പോലെയല്ല, റോസിന് വേര് പെട്ടെന്ന് തട്ടിയാൽ നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പൂക്കൾ നല്ല രീതിയിൽ നിറഞ്ഞു പിടിക്കണമെങ്കിൽ ചില വളപ്രയോഗങ്ങളൊക്കെ നമ്മുടെ റോസിന് എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓരോരോ എക്സ്പെരിമെൻറ്റിൻ്റെയും ഭാഗമായിട്ട് തന്നെയാണ് എൻ്റെ റോസയിൽ ഇത്രയും പൂക്കളുണ്ടാവാൻ കാരണം. അതിനൊരു ഗട്ട്സൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം വേണം. ഏതെങ്കിലും വളം ഇട്ട് കൊടുത്തിട്ട് പണി പാളിപ്പോയി നമ്മുടെ റോസെല്ലാം കരിഞ്ഞു പോയാൽ അതിന് എന്നെ ഒന്നും പറയരുത്. കാരണം സൂക്ഷിച്ചും കണ്ടു വേണം. എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ്, സൂക്ഷിച്ചും കണ്ടു വേണം ചെടികളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഏതൊരു വളമായാലും നിറഞ്ഞു പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ വാരി വലിച്ച് ഇട്ട് കൊടുക്കരുത്. ഏതിനും എല്ലാത്തിനും ഒരളവുണ്ട്, അങ്ങനെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ കൂടുതൽ വലിച്ചൊന്നും നീട്ടണ്ട, നമുക്ക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് പൂക്കളുടെ മാസമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വളം കൊടുക്കുന്നത്. ഇത് 1 ലിറ്ററിൻ്റെ ചെറിയൊരു പെയിൻറ്റ് പാട്ടയാണ് കേട്ടോ. മറ്റത് 10 ലിറ്ററിൻ്റെ വലിയ പെയിൻറ്റ് പാട്ടയാണ്. അതിലിത്തിരി ചൂടോടുകൂടിയുള്ള ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇന്നത്തെ ചോറിൽ വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. അത് നല്ല രീതിയിൽ ഒരു 1.5 ലിറ്റർ ഞാൻ എടുക്കുന്നുണ്ട്. അത് വലിയ ബക്കറ്റിലോട്ടാണ് ഒഴിക്കുന്നത്. കുറച്ച് ചൂടുണ്ട് കേട്ടോ, അതെന്തായാലും നോട്ട് ചെയ്യണം. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് തേയിലയാണ്. തേയിലയും നമ്മുടെ ബനാനയുടെ തൊലിയും കൂടെ എത്രയോ 2 ആഴ്ചത്തേക്ക് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊരു കപ്പ്, ഐസ്ക്രീം പാട്ടയാണത്, അതൊരു കപ്പ് ഞാൻ ഇടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ചാണകമാണ് കേട്ടോ. ചാണകം നേർപ്പിച്ച് വെള്ളത്തിൽ ഒഴിച്ചു വെച്ചിരുന്നതാണ്. ചാണകം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊരു വളം വേണമെങ്കിലും യൂസ് ചെയ്യാം. ആട്ടിൻപുളിക്കായാലും എല്ലുപൊടി വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് പുളിപ്പിച്ചതായാലും, പുളിപ്പിച്ച് ഏതൊരു വളവും ഇത്തിരി ഹെവി ആയിട്ടുള്ള വളം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഈ ചാണകം ഇല്ല എങ്കിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 ദിവസത്തേക്ക് നല്ല ടൈറ്റായിട്ട് സൺലൈറ്റ് കിട്ടാത്ത ഒരു ഇരുണ്ട സ്ഥലത്തേക്ക് നമുക്ക് ഈ വളത്തിന് മാറ്റി വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, അതായത് 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇൻസെക്ടിസൈഡ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡാണ്, സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ. ഇത്ര അളവ് വിനാഗിരി എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് അതിലോട്ട് ഒഴിക്കാം. ഇത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ വിനാഗിരി എടുത്ത് ഒഴിച്ചത്. അപ്പോൾ കുറച്ച് സമയം വെച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്പ്രേ ബോട്ടിലോട്ടാക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇത് 1 ലിറ്റർ വെള്ളമാണ്. 1 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന, അതായത് ഇൻസെക്ടിസൈഡിന് വേണ്ടിയിട്ട് കലക്കി വെച്ചിരുന്ന ഈ ഒരു മിശ്രിതം അതിലോട്ട് ഒഴിക്കുകയാണ്. അതായത് ഞാൻ ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ. ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലോട്ട് ആക്കുന്നതാണ് നല്ലത്. കാരണം വേപ്പിലേക്ക് നമ്മൾ ഇട്ടതാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് സോപ്പാണ് കേട്ടോ. സോപ്പ് വെള്ളത്തിൽ കലക്കിയിട്ടുള്ളതാണ്. സോപ്പ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഓയിൽ വെള്ളവുമായിട്ട് ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്ന, എന്നാലും നമ്മളെല്ലാം മിശ്രിതവും ഒന്ന് കലങ്ങാൻ വേണ്ടിയിട്ട് സോപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ ഞാനിത് നേരത്തെയും അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻസെക്ടിസൈഡാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല.
റോസിന് മാത്രമല്ല മറ്റേത് ചെടികളിൽ വേണമെങ്കിലും, അതായത് നമ്മൾ റോസിന് മാത്രം ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുക്കരുത്. കാരണം മറ്റ് ചെടികളിലിരിക്കുന്ന പ്രാണികളും റോസിനെ അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് എല്ലാ ചെടികളിലും, റോസ് ഇരിക്കുന്നതിൻ്റെ അടുത്തുള്ള എല്ലാ ചെടികളിലും ഇതുപോലെ ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ മറ്റ് ചെടിയിലൊക്കെ പുൽച്ചാടിയും അല്ലെങ്കിൽ മറ്റ് ജീവികളും ചിലന്തികളൊക്കെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ചാടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റ് ചെടിയിലുള്ള ഇൻസെക്ടിസൈഡിനെയും കൊല്ലേണ്ടതാണ്. ഡീനിയത്തിൻ്റെ മുട്ടൊക്കെ കരിയാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ജീവിയുണ്ട് കേട്ടോ. ആ ജീവിയെ കണ്ടായിരുന്നു. അതിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യാം. നമ്മുടെ മുട്ടൊക്കെ അടീനിയത്തിൻ്റെ കരിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? അതൊരു ചെറിയൊരു ജീവി വന്നിട്ട് തിന്നുന്നതാണ്. സാധാരണ രീതിയിൽ മുട്ട കരിയാറുണ്ട്, പക്ഷേ ചിലപ്പോഴൊക്കെ ചിലന്തിയും അല്ലെങ്കിൽ മറ്റ് കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ വന്നിട്ട് കരിച്ച് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചെടിയിലിരിക്കുന്ന ജീവികളെ കൊന്നിട്ട് നല്ല തളിർപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വെളുത്തുള്ളിയും വിനാഗിരി എന്നൊക്കെ പറയുന്നത്. എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഫെർട്ടിലൈസറാണ്. അതായത് നല്ല കിടിലൻ വളമാണ്. ഫെബ്രുവരി മാസത്തിൽ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വളമാണ്. 3 ദിവസം കഴിഞ്ഞ് നല്ല രീതിയിൽ പുളിച്ച് കാണും. കുറച്ചുകൂടെ പുളിപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റൊക്കെ യൂസ് ചെയ്യാം. ഞാനത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു മിശ്രിതത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, 5 ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്യാം കേട്ടോ. എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് എങ്ങനെയാണത് ബാധിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ചെടി നശിച്ചു പോകുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ അധികം വളം ഇട്ടിട്ട് ചെടിയെ കരിയിപ്പിക്കുന്നതാണോ നല്ലത്? അപ്പോൾ നമ്മൾ അത്രയും റിസ്ക് ഒന്നും എടുക്കണ്ട. ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ചെടിയിൽ. അപ്പോൾ ഇതുപോലെ ഇത്ര അളവിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഈ 2 സംഭവങ്ങളും, അതായത് ഒരു ഫെർട്ടിലൈസറും ഒരു ഇൻസെക്ടിസൈഡ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിചാരം. ഇത് വളരെ ഈസിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ പൂക്കളൊക്കെ വരും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യട്ടോ. കുറച്ചെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർ മാത്രമേ റോസുകൾ വാങ്ങിക്കൂട്ടാവുള്ളൂ. 5 കൂടുതൽ റോസയൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. വാങ്ങരുത് എന്നല്ല കേട്ടോ പറയുന്നത്. കാരണം കുറച്ച് പാടാണ് എപ്പോഴും ഇങ്ങനെ ഇൻസെക്ടിസൈഡ് കൊടുക്കാനും വളങ്ങൾ കൊടുക്കാനും. എപ്പോഴും ഒരു നോട്ടം വേണം റോസിന്, എന്നാൽ ഇതുപോലെ പിടിക്കത്തുള്ളൂ. ഇതിപ്പോൾ തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇതുപോലെ പിടിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇതൊക്കെ പിടിക്കും. വയനാടൊന്നും അല്ലല്ലോ. അപ്പോൾ വയനാടെന്ന് പറയുമ്പോൾ കുറച്ച് ക്ലൈമറ്റിൻ്റെ ഇത് കൊണ്ടിട്ട് എല്ലാ ചെടികളും നല്ല രീതിയിൽ പൂക്കും. അതിന് ചെറിയൊരു അസൂയുണ്ട്. എന്നാലും നമ്മുടെ തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവിടെയും പിടിക്കും. അതിനൊരു പ്രശ്നമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് എന്തൊക്കെയാണോ അതൊക്കെ ചോദിക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.